CM with me സിറ്റിസൺ കണക്ട് സെന്ററിൽ ആദ്യ ദിനം ലഭിച്ചത് 4369 കോളുകൾ. തദ്ദേശ സ്വയംഭരണ വകുപ്പ്, റവന്യൂ വകുപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലായിരുന്നു കൂടുതൽ ഫോൺ വിളികൾ. മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിച്ച് സംസാരിക്കാൻ കഴിയുമോ, വിദ്യാരംഭം കുറിക്കാൻ മുഖ്യമന്ത്രി അനുവദിക്കുമോ തുടങ്ങിയ സംശയങ്ങളുമുണ്ടായി. CM with me സിറ്റിസൺ കണക്ട് സെന്റർ ഹിറ്റ് എന്നാണ് ആദ്യ ദിവസ റിപ്പോർട്ടുകൾ. പ്രവർത്തനം ആരംഭിച്ച ശേഷം ഇന്നലെ വൈകുന്നേരം 6:30 വരെ ലഭിച്ചത് 4369 ഫോൺ കോളുകൾ. ഇന്നലെ പുലർച്ചെ 12 മുതൽ വൈകിട്ട് 6:30 വരെ 3007 കോളുകളാണ് എത്തിയത്. ഇതിൽ 2940 എണ്ണവും ജനങ്ങൾ നേരിട്ട് വിളിച്ച ഇൻബൗണ്ട് കോളുകൾ. തദ്ദേശ സ്വയംഭരണ വകുപ്പ്, റവന്യൂ വകുപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലായിരുന്നു കൂടുതൽ വിളികൾ എത്തിയത്. ലൈഫ് പദ്ധതി, കെട്ടിട നിർമ്മാണ പെർമിറ്റുകൾ, നികുതി, സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നതിലെ കാലതാമസം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിരവധി പേർ ബന്ധപ്പെട്ടത്. കൂടാതെ മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിച്ച് സംസാരിക്കാൻ കഴിയുമോ, വിദ്യാരംഭം കുറിക്കാൻ മുഖ്യമന്ത്രി അനുവദിക്കുമോ തുടങ്ങിയ സംശയങ്ങളുമുണ്ടായി. പരാതികൾക്ക് അതിവേഗം പരിഹാരം കാണാനുള്ള സർക്കാർ സംവിധാനമാണ് CM with me എന്നും അടിയന്തര വിഷയങ്ങളിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഉടനടി ഇടപെടുന്നുണ്ടെന്നും കോൾ സെന്റർ ജീവനക്കാർ ജനങ്ങളെ അറിയിച്ചു. മലയാളത്തിലാണ് കൂടുതൽ കോളുകൾ ലഭിച്ചതെങ്കിലും ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലും അന്വേഷണങ്ങളെത്തി. ടോൾ ഫ്രീ നമ്പറായ 1800-425-6789 എന്ന നമ്പറാണ് ജനങ്ങൾക്ക് വിളിക്കുന്നതിനായി സജ്ജമാക്കിയിരിക്കുന്നത്. എന്നാൽ ഈ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന പരാതികളും ചിലയിടങ്ങളിൽ നിന്ന് ഉയർന്നു. ഒരേ സമയം 10 കോളുകളാണ് കണക്ട് സെന്ററിൽ അറ്റൻഡ് ചെയ്യാനാകുന്നത്. 30 കോളുകൾ ലൈനിൽ നിർത്തുകയും ചെയ്യാം. BSNL ആണ് നെറ്റ്വർക്ക് പ്രൊവൈഡർ. ആദ്യ ദിനങ്ങളായതിനാൽ വലിയ ട്രാഫിക് ഉണ്ടാകുന്നത് കൊണ്ടാണ് ചിലർക്കെങ്കിലും വിളിച്ചാൽ കിട്ടാതെ പോകുന്നതെന്ന് അധികൃതർ പറഞ്ഞു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.